മനുഷ്യർ എല്ലായിടങ്ങളിലും പരിഗണിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഏതൊരു ഇടങ്ങളിലും സ്വന്തം കഴിവിലോ താലന്തുകളിലോ ദൈവം അവനവന് കൊടുത്തിരിക്കുന്ന കഴിവുകൾക്കനുസരിച്ച് പരിഗണിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായി മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നാൽ ചിലയിടങ്ങളിലൊക്കെ നമ്മൾ തഴയപ്പെടാറുണ്ട്, ചിലയിടങ്ങളിലൊക്കെ നമ്മൾ അവഗണിക്കപ്പെടാറുണ്ട്. നമ്മളെ ചിലരൊക്കെ പരിഗണിക്കാതെ പോകുന്നത് ചിലയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. വേദപുസ്തകത്തിൽ ഒരു ദൈവവചന ഭാഗം എന്നെ വളരെയധികം സ്വാധീനിക്കുകയും എൻ്റെ ആത്മീക ജീവിതത്തെ കുറച്ചുകൂടി ധൈര്യപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ച ഒരു ചിന്ത ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം. ആ അധ്യായം വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു അധ്യായമാണ്. ദാവീദ് എന്ന ദൈവമനുഷ്യനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്യുന്ന ഒരു സംഭവമാണ് 16-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ വസ്തുത ഏതാണ്ട് 13 വരെയുള്ള വാക്യങ്ങൾ വരെ നീണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എന്നെ ചിന്തിപ്പിച്ചത് ആ വാക്കുകളല്ല, അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരിക്കുന്ന ഏതാനും ചില വസ്തുതകൾ, അതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെ എഴുതിയിരിക്കുന്ന ചില വേദഭാഗമാണ് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ 16-ാമത്തെ അധ്യായത്തിൽ ഇശായിയുടെ ഭവനത്തിലേക്ക് ശമൂവേൽ കടന്നു വരികയും തൈലക്കൊമ്പിൽ തൈലം നിറച്ചുകൊണ്ട് അവൻ്റെ പുത്രന്മാരിൽ ആരെയോ ഒരാളിനെ അഭിഷേകം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഇശായിയുടെ വീട്ടിലേക്ക് ശമൂവേൽ പ്രവാചകൻ വരികയാണ്. എന്നാൽ 7 പുത്രന്മാരെ നിർത്തിയിട്ടും ദാവീദിൻ്റെ കാര്യം അപ്പൻ ഓർത്തില്ല എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തം പുത്രന്മാരായിരിക്കുന്ന 7 പേരെ നിർത്തിയിട്ട് ഇവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഇശായി സ്വാഭാവികമായിട്ടും പറയേണ്ടതാണ്, എനിക്ക് ഇനി ഒരാൾ കൂടെയുണ്ട്, അവനങ്ങ് കാട്ടിലാണെന്ന് അവനാണ് പറയേണ്ടുന്നത്. പക്ഷേ ഇവിടെ ശമൂവേൽ ഇശായിയോട് ചോദിക്കുകയാണ്, നിനക്കിനി പുത്രന്മാരാരെങ്കിലും ഉണ്ടോ? അന്നേരമാണ് ദാവീദിൻ്റെ കാര്യം സ്വന്തം അപ്പനായിരിക്കുന്ന ഇശായി പോലും ഓർക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഒരു അവഗണനയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൻ പോലും പരിഗണിക്കാതിരിക്കുന്ന ഒരു ദുരവസ്ഥ, അപ്പൻ്റെ ചിന്തകളിൽ പോലും ദാവീദ് എന്ന കൊച്ചു മനുഷ്യൻ വരാതിരിക്കുന്ന ഏറ്റവും ദുഷ്കരമായിരിക്കുന്ന ഒരു അനുഭവം. ഒന്നിനും കൊള്ളാത്തവനാണ്, എന്തിനാണ് ഇവനെ എന്ന് ചിന്തിക്കുമാറ് അപ്പൻ പോലും ഇവനെ ഓർക്കാതിരുന്ന ആ ദുഃഖകരമായിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. 7 പേരെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അപ്പനല്ലേ പറയേണ്ടുന്നത്, എനിക്കൊരു മകൻ കൂടിയുണ്ട്, അവനെ ആയിരിക്കാൻ ചിലപ്പോൾ ദൈവം കണ്ടിരിക്കുന്നതെന്ന്. എന്നാൽ ശമൂവേലാണ് ഇശായിയെ ഓർമ്മപ്പെടുത്തുന്നത്, ഇനി ആരെങ്കിലും പുത്രന്മാരായിട്ടുണ്ടോ? അന്നേരമാണ് ഇവൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ അവനെ വിളിച്ചുകൊണ്ടുവന്ന് അവനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് ഈ ശമൂവേൽ അവൻ്റെ സ്വന്തം ഇടമായിരിക്കുന്ന രാമയിലേക്ക് അവൻ തിരിച്ചു പോവുകയാണ്. അടുത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം 14 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 16-ാമത്തെ അധ്യായം, അവിടെ മുതലാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഒരു കാര്യം പറയാനായിട്ട് ശ്രമിക്കുന്നത്. 14-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, ശൗലിൻ്റെ മേൽ ദൈവാത്മാവ് മാറുകയും മറ്റൊരു ദുരാത്മാവ് ശൗലിൻ്റെ മേൽ പിടിക്കുകയും ചെയ്യുകയാണ്. ഈ ദുരാത്മാവ് അവൻ്റെ മേൽ വന്നത് നിമിത്തം അവൻ വളരെ അസ്വസ്ഥനാകുകയാണ്. ആ ദുരാത്മാവ് മാറാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധി ആൾക്കാർ ഉപദേശിച്ചു കൊടുക്കുകയാണ്. കിന്നരം വായിക്കാൻ കഴിവുള്ള ആരെങ്കിലും കണ്ടെത്തി ആ കിന്നരം വായന തുടർന്നു കഴിഞ്ഞാൽ ശൗലിലുള്ള ദുരാത്മാവ് അപ്രത്യക്ഷമാകും, നീങ്ങി നിൽക്കും എന്ന് ആരാണ്ടോ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കിന്നരം വായിക്കാൻ കഴിവുള്ള ഒരാളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശൗല് രാജാവാണ്, അതുകൊണ്ട് ഉത്തരവ് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വേദഭാഗം 18-ാമത്തെ വാക്യത്തിലുള്ളതാണ്, 16-18. അവിടെ ഒരു ബാല്യക്കാരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശൗലിനോട് പറയുകയാണ്, എനിക്ക് ഇശായിയുടെ പുത്രന്മാരിൽ ഒരുവനെ അറിയാൻ, അവൻ കിന്നര വായനയിൽ നിപുണനാണ്, അതും പോരാഞ്ഞിട്ട് അവൻ പരാക്രമശാലിയാണ്, യോദ്ധാവാണ്, വാക്ചാതുര്യമുള്ളവനാണ്, കോമളനാണ്, യഹോവയും അവനോടുകൂടെയുണ്ട്. കണ്ടോ, എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയും എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ പകരുകയും ചെയ്ത ഒരു ദൈവവചന ഭാഗമാണിത്. അതേ അധ്യായത്തിൽ ആദ്യത്തെ വാചകങ്ങളിൽ അവൻ്റെ അപ്പൻ അവനെ മറന്നുപോയപ്പോൾ കൊട്ടാരത്തിൽ ഇവനൊരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് പേര് പോലും പറഞ്ഞിട്ടില്ലാത്ത, പേര് പോലും പറയാത്ത ഒരു ബാല്യക്കാരൻ ദാവീദിനെ കുറിച്ച് രാജാവിനോട് പറയുകയാണ്. അവൻ്റെ മേൽ വീണ അഭിഷേകം കൊണ്ട് അവൻ നേരെ കാട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ ആ കാട്ടിൽ കിടക്കുന്ന അവനെ കൊട്ടാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ബാല്യക്കാരനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ശൗൽ അവിടെ നിന്ന് ചോദിക്കുന്നത്, കിന്നരം വായിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പറ.
പക്ഷെ ബാല്യക്കാരൻ കിന്നരവായനയെക്കുറിച്ച് മാത്രമല്ല അവർ പറയുന്നത്. അവൻ കിന്നരവായനയിൽ നിപുണനാണ്, അപ്പോൾ തന്നെ അവൻ പരാക്രമശാലിയാണ്, യോദ്ധാവാണ്, വാക്ചാതുര്യമുള്ളവനാണ്, കോമളരൂപിയാണ്. എക്സ്ട്രാ ഒരു കാര്യം കൂടി പറയുന്നു, ഇതെല്ലാം അവൻ ഇങ്ങനെ ആകാനുള്ള കാരണം യഹോവ അവനോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് വളരെ സ്നേഹത്തോടു കൂടെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളെ മറന്നു പോയിരുന്നാലും, നിങ്ങൾ തോളോട് തോൾ ചേർത്ത് വെച്ച് നടന്ന ആൾക്കാർ നിങ്ങളെ ഉപേക്ഷിച്ചിരുന്നാലും, നിങ്ങളുടെ എല്ലാ സാധ്യതകളും, നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ കഴിവും എബിലിറ്റിയും നിങ്ങൾക്ക് എന്തൊക്കെ പ്രാപ്തി ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയുന്നവർ പോലും നിങ്ങളെ ഉപേക്ഷിച്ചാലും മറന്നുപോയാലും ഒരു വാക്ക് പോലും അവരോട് എതിർത്ത് സംസാരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ധൈര്യത്തോടുകൂടെ ഇന്ന് നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ മേലുള്ള ദൈവകൃപയെ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളവർ കണ്ടില്ലെങ്കിലും, നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത, ഒരു സാധ്യത പോലുമില്ലാത്ത, അറിയാൻ ഒരു വഴി പോലുമില്ലാത്ത, പേര് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു ബാല്യക്കാരനാണ് ദേണ്ടേ ഇശായിയുടെ മകനായിരിക്കുന്ന ദാവീദിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ളവർ നിങ്ങളെ ഉപേക്ഷിച്ചതിൽ, അവർ നിങ്ങളെ ശ്രദ്ധിക്കാത്തതിൽ തെല്ലും വേദനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്പം പോലും പരിചയമില്ലാത്തവർ വഴി ദൈവം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക്, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ദൈവം നിങ്ങളെ എത്തിക്കുമെന്നുള്ളത് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഉറപ്പ് നൽകുന്ന ഏറ്റവും വലിയൊരു വസ്തുതയാണ്. സ്വന്തം അപ്പൻ മറന്നുപോയ ഇടത്താണ് പേര് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു ബാല്യക്കാരൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, എനിക്കൊരുത്തനെ അറിയാം, അവൻ കിന്നരവായനയിൽ നിപുണനാണ്, വാക്ചാതുര്യമുള്ളവനാണ്, സാമർഥ്യമുള്ളവനാണ്, യോദ്ധാവാണവൻ, യഹോവ അവനോട് കൂടെയുണ്ട്. നിന്നെ പരിഗണിക്കേണ്ടുന്ന പലരും നിന്നെ മറക്കുന്നുണ്ടെങ്കിൽ ഓർക്ക് അതൊരു അനുഗ്രഹമാണ്. നിന്നെ ചേർത്ത് നിർത്തേണ്ടുന്നവർ നിന്നെ ഇടം കൈകൊണ്ട് തെന്നി നീക്കുകയാണെങ്കിൽ ഓർക്ക് അതൊരു അനുഗ്രഹമാണ്. നിന്നെ അടുത്ത് നിർത്തേണ്ടുന്നവർ, നിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തേണ്ടുന്നവർ നിന്നെ വലത് കൈകൊണ്ട് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അതൊരു അനുഗ്രഹമാണ്. ഇന്ന് ഈ ദൈവവചനത്തിലൂടെ ഞാൻ ചിലരോട് പ്രവചിച്ച് പറയുകയാണ്. ഏതെങ്കിലും ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അംഗീകാരങ്ങളിൽ ആരെങ്കിലും ഇടയിൽ നിന്നുകൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എത്തേണ്ടുന്ന പൊസിഷനിൽ നിങ്ങൾ എത്താതിരിക്കാതെ വണ്ണം മനഃപൂർവ്വം ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, പരിഗണിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു അനുഗ്രഹമായി മാറാനായിട്ട് പോവുകയാണ്. ഇശായി മറന്നുപോയ ഇടത്ത് പേരെന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു ബാല്യക്കാരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, എനിക്കൊരുത്തനെ അറിയാം, അവൻ കൊള്ളാം, അവനെ കൊണ്ടുവരണം. അങ്ങനെയാണ് കാട്ടിൽ കിടന്ന ദാവീദ് കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയതോടുകൂടി അവൻ്റെ സ്ഥാനങ്ങൾക്ക്, മാനങ്ങൾക്ക്, അംഗീകാരങ്ങൾക്ക്, പ്രശംസകൾക്ക് മാറ്റം സംഭവിക്കുകയാണ്. നിന്റെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ, നമ്മുടെ മേലൊരു ആത്മശക്തി ഉണ്ടെങ്കിൽ, ദൈവം പകർന്നിരിക്കുന്ന ഒരു ദൈവിക കൃപയും അധികാരവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ ആരും വേണമെന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യും. നമ്മൾ പേര് പോലും അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് പറയുന്ന ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു ദിവസം പോലും ഫോൺ ചെയ്ത് പരിചയപ്പെട്ടിട്ടില്ലാത്ത, സംഭാഷണം നടത്തിയിട്ടില്ലാത്തവർ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് അതൊരു ദൂതായിട്ട് ചിലരോട് പറയുകയാണ്. സ്വന്തം അപ്പൻ മറന്നിട്ടുണ്ടാകാം, കൂടെ ചേർന്ന് നടന്നവർ മറന്നിട്ടുണ്ടാകാം, പങ്കുപറ്റിയവർ മറന്നിട്ടുണ്ടാകാം, ജീവിതത്തിൽ ചേർത്ത് നിർത്തേണ്ടുന്നവർ മറന്നിട്ടുണ്ടാകാം. പക്ഷേ പേര് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ എഴുന്നേറ്റ് വന്നു നിന്നുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കുന്ന, നിനക്ക് വേണ്ടിയിട്ട് സാധ്യതകളെ ഒരുക്കുന്ന ഒരു ഗംഭീരമായിരിക്കുന്ന ഒരു ജീവിതാനുഭവം വരാൻ വേണ്ടിയിട്ട് പോകുന്നു. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ചിലർ നിങ്ങളെ അവഗണിച്ചത്, പരിഗണിക്കാതിരുന്നത് അനുഗ്രഹമാണ്. അത് സ്വീകരിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.